ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾക്ക് 7th മന്താണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ചെക്കപ്പിന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഏട്ടൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, റെഡി ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിട്ട് ഇരിക്കുകയാണ്. അമ്മായിയുടെ അമ്മായിയുടെ വീട്ടിലാണ്. അങ്ങോട്ട് പോയിക്കാണ്. നമുക്ക് അവിടെ ഒന്ന് പോവാം. അവിടെ എല്ലാവരും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരവിടെ എന്താ ചെയ്യണം നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, ഇവളെന്നെ കളിയാക്കുകയാണ് ഗൈസ്. ഇവിടെ അമ്മായി എന്നെ കളിയാക്കണം. എൻ്റെ അമ്മ ഇവിടെ വന്നില്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മൾ ഫോണിൽ നോക്കി ഇരിക്കണുണ്ടോ? ഒന്നും മിണ്ടാതെ വീഡിയോ ഓഫാക്കിയിട്ട് എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഇതാണ് അമ്മായി, അതാണ് അക്ഷര. ഇനി ഒരാൾ വരുന്നുണ്ട്. അയാൾ വീഡിയോ എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ പോയിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൊച്ചു കുടുംബം. ഉമ്മറപ്പടിയിൽ ഇരിക്കാൻ പറ്റില്ല, അത്രയും നമുക്ക് മാറാം. ഈ കൊച്ചു കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനെ ആചാരങ്ങളൊക്കെ പറയും ഗൈസ്. എന്ത് ചെയ്യാനാ. ഇതാണ് നമ്മുടെ കിങ്ങിണിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കിങ്ങിണിക്ക് പനിയാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാണ്ടിരിക്കുകയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞു, പക്ഷെ സ്കൂളിൽ പോകാതിരിക്കുകയാണ്. അവൾക്ക് ഓറൽ ടെസ്റ്റ് ഉണ്ട് അല്ലേ കിങ്ങിണി? അതിന് നാളെ പോവോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പൊ നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘങ്ങളെല്ലാം ഉണ്ട് വണ്ടിയില്. കിങ്ങിണി അപ്പോൾ ഏട്ടനെ കാണിക്കാൻ അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ വിവരങ്ങൾ കാണാം. നമുക്ക് ചിരി വരുന്നുണ്ടമ്മ. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. 1 മണിയാകുമ്പോ നമുക്ക് 1 മണിയുടെ മുന്നേ അവിടെ എത്തണം. നമ്മൾ 1 മണിയാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തി. പക്ഷേ ഡോക്ടറിനെ കാണാൻ പറ്റിയത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവരെ. അപ്പോൾ നമ്മൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചായയും ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ ഡോക്ടറിനെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ 14-ാം തീയതിയാണ് അതിന് അടുത്ത സ്കാനിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിൽ പോവാണ്. അങ്ങനെ പൂക്കിയാവുകയാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. 1 മണിയാകുമ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം 4 മണിയായിരിക്കും. ഡോക്ടർ നല്ല തിരക്കുള്ള ഡോക്ടറാണ് കേട്ടോ. ഒരു ഡോക്ടർ എല്ലാവർക്കും ആ ഡോക്ടറെ മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായി. നമ്മൾ നേരെ അടുത്ത മാസത്തേക്കുള്ള സ്കാനിങ്ങും ഡോക്ടറിനെയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകും. ഓക്കെ, ബൈ.